എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം കന്യാകുമാരിയിൽ കുട്ടിയുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നു കേരള പോലീസ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരം. അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുക എന്നൊരു തീരുമാനത്തിലേക്ക് പോലീസ് സംഘം എത്തിയത്. സ്വാഭാവികമായി അതുകൊണ്ട് തന്നെയാണ് രാത്രി തന്നെ അവർ അവിടേക്ക് പുലർച്ചയ്ക്ക് അവിടേക്ക് പുറപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ വൈകാതെ തന്നെ കുഞ്ഞിനെ അവിടെ നിന്ന് കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഉദ്യോഗസ്ഥർ അല്പസമയം മുമ്പ് നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. ആ തരത്തിലാണ് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ലഭിക്കുന്ന CCTV ദൃശ്യങ്ങൾ അവിടെ എത്തിയതിനു ശേഷം കുഞ്ഞ് അവിടെ ഇറങ്ങി ഇറങ്ങിയാണ് നീങ്ങിയിരിക്കുന്നത്. അതടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നിർണായകമായ വിവരങ്ങൾ പ്ലാറ്റ്ഫോം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് അവരുള്ളത്. ആ പ്രതീക്ഷയിലാണ് ഇപ്പോൾ അന്വേഷണം ആ വഴിയിലേക്ക് നീങ്ങുകയും. ഞാനിപ്പോൾ ഏറ്റവും പുതിയ വിവരം, ഓട്ടോറിക്ഷ ഡ്രൈവർ കുട്ടിയെ തിരിച്ചറിഞ്ഞു എന്ന ഏറ്റവും പുതിയ വിവരം നമുക്ക് ലഭ്യമാകുന്നു. അങ്ങനെയെങ്കിൽ കുട്ടിക്ക് അരികിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ആശ്വാസം പകരുന്ന വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. കന്യാകുമാരിയിൽ ഓട്ടോ ഡ്രൈവർ ആണെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം നമുക്ക്. അങ്ങനെയെങ്കിൽ കുട്ടി പുറത്തേക്ക് ഇറങ്ങി കാണുമോ? റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. സ്വാഭാവികമായി ഞാൻ അത് തന്നെയാണ് സൂചിപ്പിച്ചത്. കാരണം കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി തന്നെ കേരള പോലീസിന്റെ അഞ്ചംഗ സംഘം കഴക്കൂട്ടത്ത് നിന്ന് എത്തിയത് കൃത്യമായ ചില സൂചനകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കന്യാകുമാരിയിലേക്ക് തന്നെ പോയാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിയത്. നാഗർകോവിൽ പാറശാലയൊക്കെ വിട്ട് ഏറ്റവും ഒടുവിൽ കന്യാകുമാരിയിലേക്ക് എത്തിയത് അവിടെ തന്നെ കുഞ്ഞുണ്ടാകാമെന്ന കൃത്യമായ സൂചനകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. ആ സൂചനകൾ ശരിവെക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നു തുടങ്ങിയിരിക്കുന്നത്. അവർ അല്പസമയത്തിനകം ഈ പരിസരത്ത് നിന്നുള്ള ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കും. സാക്ഷിമൊഴികൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പോലീസ് എടുക്കും. സ്വാഭാവികമായി അങ്ങനെയാണെങ്കിൽ വൈകാതെ തന്നെ നമുക്ക് ആ ശുഭവാർത്ത ലഭ്യമാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്വേഷണം അത് ഫലം കണ്ടുകൊണ്ടിരിക്കുന്നു. കുട്ടിക്കരികിലേക്ക് പോലീസ് സംഘം എത്തുന്നു. സുരക്ഷിതമായി മാതാപിതാക്കളുടെ കയ്യിലേക്ക് ഈ 13-കാരിയെ തിരികെ എത്തിക്കുന്നത് വരെയുള്ള ആ ദൗത്യത്തിന്റെ ആദ്യഘട്ടം, അതായത് കുഞ്ഞ് എവിടെയാണ് ഇറങ്ങിയത്, ട്രെയിനിൽ ഇറങ്ങിയത് എന്ന കാര്യം കൃത്യമായി സ്ഥിരീകരിക്കാൻ പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ ക്യാമറ സംവിധാനങ്ങളൊക്കെ പരിശോധിക്കാൻ ഉള്ള ഒരു സാഹചര്യം പോലീസിന് ലഭിച്ചിരിക്കുന്നു. അതോടൊപ്പം അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഈ ഒരു മൊഴി കൂടി പുറത്തുവരുന്ന വൈകാതെ തന്നെ നമ്മുടെ പോലീസ് സംഘം ഈ കുഞ്ഞിനെ മാതാപിതാക്കൾക്കരികിലേക്ക് സുരക്ഷിതമായി ഈ കുട്ടി മണിക്കൂറുകൾക്കകം എത്തുന്നത് കാണാനുള്ള ആകാംക്ഷയോടെയുള്ള ഒരു കാത്തിരിപ്പാണ് ഇനി ബാക്കി. റൈറ്റ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് ഈ കുഞ്ഞ് പുലർച്ചെ 4 മണിക്ക് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവിടെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഈ കുഞ്ഞിനെ കണ്ടു. അപ്പോൾ സംശയം തോന്നുകയും ചെയ്തു. പക്ഷേ കുട്ടിയോടൊന്നും സംസാരിച്ചില്ല എന്നും ഓട്ടോറിക്ഷ ഡ്രൈവർ പറയുന്നു. അവിടെയാണ് ആ ബബിത എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രകടമാക്കിയ മികവ്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് പക്ഷേ സ്വാഭാവികമാണ്. ദൽദോ പറഞ്ഞതുപോലെ അങ്ങനെ ചിത്രം പകർത്തുന്നതും ഒക്കെ അതിനൊക്കെയുള്ള ഒരു ആ സമയത്ത് തോന്നുക എന്നുള്ളതാണ്. അത് തോന്നിയില്ല അദ്ദേഹത്തിന്. പക്ഷെ പറഞ്ഞിട്ടുണ്ട് കുട്ടിയെ കണ്ടു, ശ്രദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പരിസരത്ത് തന്നെ ഉണ്ടാകും. ഇനിയും വാഹനത്തിൽ കയറിയുള്ള ഒരു യാത്ര നമുക്ക് പ്രതീക്ഷിക്കേണ്ടതാണ്. ആ പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണല്ലേ തോന്നുന്നത്. കാരണം പൈസ കയ്യിൽ കാശില്ല എന്നുള്ളത് സംശയമാണ്. അതെ. അപ്പൊ എന്താണെങ്കിലും കുട്ടി കന്യാകുമാരിയിലുണ്ട്. നമ്മൾ എന്താണെങ്കിലും ഇനി കാത്തിരിക്കുന്നത് ആ കുഞ്ഞിനെ കേരള പോലീസ് സംഘം കണ്ടെത്തി ആ മാതാപിതാക്കളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്ന ആ ഒരു ദൃശ്യമാണ്. അത്രയും സന്തോഷകരമായിട്ടുള്ള ദൃശ്യം അതിന് തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. എന്താണെങ്കിലും കുഞ്ഞിന്റെ അടുത്തേക്ക് വളരെ തൊട്ടടുത്തേക്ക് പോലീസ് സംഘം ഉണ്ട്. കുഞ്ഞിനെ നമുക്ക് ഉടൻ തന്നെ കണ്ടെത്താൻ കഴിയും. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലും പരിസരത്തും ഇപ്പോഴും തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ ചിത്രം ഉള്ളത് കൊണ്ട് തന്നെ അത് കൂടുതൽ എളുപ്പമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതേ വസ്ത്രത്തിൽ ഇതേ രീതിയിൽ തന്നെയാണ് കുട്ടി അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത് എന്നുള്ളത് വളരെ എന്തായാലും ബബിതയെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കണം. എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. ബബിതയുടെ ആ ഫോട്ടോ ആണ് ഏറ്റവും ലീഡായത്. അത് എങ്ങോട്ടാണ് കുട്ടി പോയത് എന്നുള്ളത്. MG മിഥുൻ കൂടി നമ്മളൊപ്പം ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. മിഥുൻ, ഈ പോലീസ് അങ്ങനെ കുഞ്ഞിന്റെ തൊട്ടടുത്തേക്ക് എത്തി എന്നുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് നമ്മളിപ്പോൾ പങ്കുവയ്ക്കുന്നത്. അതായത് പക്ഷേ കുഞ്ഞിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും കന്യാകുമാരി എന്നുള്ള സ്ഥലത്തുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നു. അവിടെ വ്യാപകമായി തെരച്ചിൽ നടക്കുന്നു. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ കുട്ടിയെ കണ്ടു എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞിലേക്ക് അടുത്തെത്തില്ലേ? അന്വേഷണം എവിടെ വരെ എത്തി?
എൽദോ തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് അനുമാനിക്കാം. കാരണം പോലീസ് തൊട്ടടുത്ത് തന്നെ കുട്ടിയുടെ അരികിലേക്ക് എത്തും, അല്പസമയത്തിനകം തന്നെ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. ഇപ്പോൾ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച ഇവിടെ നിന്ന് എത്തിയ അന്വേഷണ സംഘം പരിശോധന നടത്തുകയാണ്. ഒപ്പം തന്നെ നേരത്തെ RPFന്റെ നേതൃത്വത്തിൽ, റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിലൊക്കെ തന്നെ ആ ട്രെയിനിൽ കുട്ടി എത്തി എന്ന് പറയുന്ന വന്നിട്ടുള്ള സ്ഥിരീകരണം നടത്തിയ ആ ട്രെയിനിൽ അവിടുത്തെ കോച്ചുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ആ ട്രെയിനിൽ നിന്ന് കുട്ടിയെ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തില്ല. തുടർന്നാണ് പുറത്തേക്കുള്ള പരിശോധന വ്യാപിക്കുകയും ചെയ്തത്. അവിടെ നിന്നാണ് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഈ കുട്ടിയെ കണ്ടു എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. അത് വളരെ നിർണായകമായി എന്നുള്ളത് തന്നെയാണ്. അവർ ഈ കുട്ടി പുലർച്ചെ 4 മണിയോടുകൂടി തന്നെ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് വരുന്നത് കണ്ടു. പക്ഷെ സംശയം തോന്നിയെങ്കിൽ പോലും തന്നെ ആ സമയത്ത് കുട്ടിയുമായി സംസാരിച്ചില്ല എന്നാണ് ഓട്ടോറിക്ഷ ഡ്രൈവർ അല്പസമയത്തിന് മുമ്പ് വ്യക്തമാക്കുകയും ചെയ്തത്. ഇപ്പോൾ നിലവിൽ ഈ ട്രാക്കിന് സമീപങ്ങളിലും ഒപ്പം തന്നെ ഈ കന്യാകുമാരി മേഖലയിലെ നിരവധി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുമാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നു. അത് നോക്കിക്കൊണ്ട് അത്തരത്തിൽ ആ ദൃശ്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ കുട്ടി പോകുന്നത് കാണാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പോലീസ് സംഘം തിരയുകയും ചെയ്യുന്നത്. ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും കന്യാകുമാരിയിൽ തന്നെ കുട്ടി ഇറങ്ങി എന്നുള്ളൊരു സ്ഥിരീകരണം ഇപ്പോൾ ഏറ്റവും ആശ്വാസകരമായി തന്നെ പുറത്തു വരികയും ചെയ്യുന്നു. കൂടാതെ സമീപത്തുള്ള ആളുകളിൽ നിന്ന് കൂടി ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൽദോ, അതാണ് എൽദോ ഏറ്റവും ആശ്വാസകരം. അവിടെ കുട്ടിയുണ്ട്, കന്യാകുമാരിയിൽ കുട്ടിയുണ്ട് എന്നുള്ളതാണ്. ഇടയ്ക്ക് എവിടെയെങ്കിലും ഇറങ്ങിയിരുന്നെങ്കിൽ വീണ്ടും അന്വേഷണം ബുദ്ധിമുട്ടിലായേനെ. കാരണം കുട്ടി എങ്ങോട്ടേക്ക് പോയി എന്നുള്ളത് അന്വേഷിക്കേണ്ടി വരും. പക്ഷേ ഇപ്പോൾ കന്യാകുമാരിയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ കേരള പോലീസ് അവിടെയുണ്ട്. തമിഴ്നാട് പോലീസിന്റെ കൂടി സഹായം എടുത്തുകൊണ്ട് എന്തായാലും തെരച്ചിൽ അവിടെ പുരോഗമിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ പരിസര പ്രദേശത്ത് തന്നെ കുട്ടി ഉണ്ടാകാനാണ് സാധ്യതയെന്നാണ് പോലീസും കരുതുന്നത്. കാരണം കുട്ടിയുടെ കയ്യിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ കൂടുതൽ കാശ് എവിടെയെങ്കിലും പോകാനോ ഏതെങ്കിലും വാഹനം ആശ്രയിക്കാനോ ഒന്നും സാധ്യതയില്ല എന്ന രീതിയിൽ അവിടെയുള്ള ആളുകളുമായി, അവിടെയുള്ള കടക്കാരുമായും ഒക്കെ സംസാരിക്കുകയായിരിക്കും. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ കുട്ടിയെ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് കേരള പോലീസ് ഉള്ളത്. പോലീസിന്റെ പ്രതികരണം കാണാം. ഇല്ല അവര് നോക്കുന്നുണ്ടെന്ന് പറയുന്നു. കന്യാകുമാരിയിൽ എത്തിയതായിട്ട് കൺഫർമേഷൻ ആയി കുട്ടി. അതെ, ഇവിടെ കണ്ടു എന്ന് പറയുന്നു. ആര് കണ്ടത്? അവര് കണ്ടു എന്ന് പറയുന്നു, ഓട്ടോറിക്ഷക്കാർ കണ്ടു എന്ന് പറയുന്നു. മറ്റൊരിടത്ത് ഇറങ്ങിയിട്ടില്ല? ഇല്ല, നോക്കിയില്ല. ഞാൻ ഇവിടെ നോക്കിയതിന് ശേഷം ബാക്കി CCTV നോക്കാം. പോലീസ് പറയുന്നുണ്ട് അവര് കണ്ടതായിട്ടാണോ പറയുന്നത്? അവര് കണ്ടായിട്ട് പറയുന്നില്ല, കണ്ടായിട്ട് പറയുന്നു. അങ്ങനെ ജസ്റ്റ് ഒരു വേഗ ഐഡിയ മാത്രമേ ഉള്ളൂ. ഞാൻ നോക്കട്ടെ. പോലീസിന്റെ പ്രതികരണമാണ് കണ്ടത്. അശ്വതി, ഇതിൽ ഏറ്റവും പ്രധാനം ഈ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് കന്യാകുമാരിക്കിടയിൽ 5 സ്റ്റേഷനുണ്ട്. നെയ്യാറ്റിൻകര, പാറശാല, കുളിത്തുറൈ, റനിയൽ, നാഗർകോവിൽ, കന്യാകുമാരി. അപ്പോൾ ഈ വ്യക്തമായ സ്ഥലത്തെ പറ്റി ഒന്നും ബോധ്യമില്ലാത്ത ഒരു കുഞ്ഞാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കും ആ ട്രെയിൻ നിന്ന അവിടെ ഒന്നെങ്കിൽ അങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ കന്യാകുമാരി എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാകാം. അങ്ങനെയും ആകാം. അപ്പൊ എന്തായാലും എൽദോ പറഞ്ഞതിനാണ് ചാൻസ് കൂടുതൽ. കാരണം എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ഒരുപാട് ഇങ്ങനെ വിഷമിച്ച് ചിന്തകളൊക്കെ ആയിട്ടിരിക്കുന്ന കുട്ടിയായിരിക്കും. ഈ ട്രെയിൻ എവിടെ പോയി നിർത്തുന്നു അവിടെ ഇറങ്ങാന്ന് വിചാരിച്ചിരുന്നതായിരിക്കും. അവിടെ നിർത്തി അവിടെ ഇറങ്ങി. അതെ, ഒരു പക്ഷേ ഇപ്പൊ ആ കുഞ്ഞ് എന്തെങ്കിലും ഇന്നലെയൊക്കെ തൊട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഒരു ആശങ്കയൊക്കെ ഉണ്ടാവും. പാവം അതിന്റെ പൈസ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ. എന്നാലും സമാധാനമായിട്ടിരിക്കുക, കുഞ്ഞിനെ തിരികെ കണ്ടെത്താൻ കഴിയട്ടെ. ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മൾ അതിലേക്ക് എത്തുകയും ചെയ്യും. മിഥുൻ തുടരുന്നുണ്ട് നമ്മോടൊപ്പം. മിഥുൻ, ഈ കുഞ്ഞിനെ കന്യാകുമാരിയിൽ കണ്ടു എന്നൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞത് കൂടുതൽ പ്രതീക്ഷ നൽകുന്നു, കൂടുതൽ സന്തോഷം നൽകുന്നു. എന്നാലും MLA പറഞ്ഞല്ലോ ആദ്യം, കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ആ കുടുംബത്തിന്റെ സാഹചര്യം സേഫ് ആണ്, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞ് കന്യാകുമാരിയിലുണ്ട്, പോലീസ് ഉടൻ തന്നെ അവിടേക്ക് എത്തുമെന്നും നമ്മൾ കരുതുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, നമ്മൾ മലയാളികൾ അത് ഒരു കുഞ്ഞിനെ കാണാതാകുമ്പോൾ ഇങ്ങനെ ചേർത്ത് നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ആ കുടുംബത്തെയും, അതിപ്പോൾ ഇതര സംസ്ഥാനക്കാരായിക്കോട്ടെ, നമ്മുടെ കേരളത്തിലുള്ള ഒരാളായിക്കോട്ടെ, അത് അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ തന്നെ നമ്മളിങ്ങനെ ചേർത്ത് നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ വല്ലാത്തൊരു മാതൃകയാണ്. അപ്പൊ എന്താണെങ്കിലും